പ്രിയപ്പെട്ടവരെ, ഇന്ന് മറുനാടന്റെ ഒരു മലയാള വാർത്ത ഞാൻ അല്പം മുമ്പ് വായിക്കുകയുണ്ടായി. ഒരു വാർത്ത എങ്ങനെ വളച്ചൊടിക്കാമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു അതിലെനിക്ക് കാണാൻ സാധിച്ചത്. ഇറാനും അതുപോലെ തന്നെ ഇസ്രയേലും അമേരിക്കയുമായി നിലനിൽക്കുന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ വാർത്തയിൽ പറയുന്നത് ഇറാന് ഇനി ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല. ഈ ഗൾഫ് രാഷ്ട്രങ്ങളും ഇസ്രയേലും തമ്മിൽ പുതിയൊരു സഖ്യം രൂപീകരിക്കപ്പെടുന്നു എന്ന രീതിയിലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്ത ഇങ്ങനെയാണ്: ഗൾഫ് മണ്ണിൽ ഇനി ഇസ്രയേൽ പ്രതിരോധ കോട്ട. ഇറാൻ മിസൈലുകളിൽ നിന്നും UAEക്ക് സുരക്ഷാ കവചം ഒരുക്കാൻ അയൺ ഡോം എത്തി. അയൺ ഡോം ബാറ്ററികളും സൈനികരെയും എത്തിച്ചത് അതീവ രഹസ്യമായി. ഇറാനെ നേരിടാൻ UAEക്ക് ഇസ്രയേൽ സഹായം. ഗൾഫ് മേഖലയിൽ ഇറാൻ വിരുദ്ധ ചേരി ശക്തമാകുമോ എന്ന ഹെഡിങ്ങിന് ശേഷം ഇറാന്റെ ആക്രമണത്തോടെ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്. ഇറാൻ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് കരുത്തായി ഇസ്രയേലിന്റെ വിഖ്യാത വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം UAEയിൽ വിന്യസിക്കപ്പെട്ടു. ഇറാന്റെ ഏറ്റവും കൂടുതൽ മിസൈലുകൾ എത്തിയത് UAEയിലേക്കായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അയൺ ഡോം എത്തിയത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ധാരാളം മിസൈൽ ആക്രമണങ്ങൾ UAEക്കെതിരെ ഇറാൻ നടത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രയേൽ തങ്ങളുടെ മണ്ണ് വിട്ട് മറ്റൊരു രാജ്യത്തിന്റെ സംരക്ഷണത്തിനായി അയൺ ഡോം ബാറ്ററികളും സൈനികരെയും വിട്ടു നൽകുന്നത്. US ഇറാൻ സംഘർഷം മുറുകുന്നതിനിടെ പുറത്തു വരുന്ന ഈ നീക്കം അറബ് ലോകത്ത് പുതിയൊരു പ്രതിരോധ സഖ്യത്തിന് തുടക്കമിടുകയാണ്. UAEയിലെ US സൈനിക താവളങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് ഇറാന്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ മിസൈൽ ആക്രമണ സാധ്യതകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ അടിയന്തര നീക്കം. ഭീഷണി നേരിടാൻ സഖ്യകക്ഷികളോട് UAE സഹായം തേടിയിരുന്നു. ഇതേ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് അത്യാധുനിക പ്രതിരോധ സംവിധാനം കൈമാറാൻ ധാരണയായത്. അപ്പോൾ നിലവിൽ ഇറാനും ഇസ്രയേലും അമേരിക്കയും തമ്മിൽ നടന്ന യുദ്ധത്തിലാണ് കൂടുതൽ മിസൈലുകൾ UAEയിലേക്ക് എത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിരോധ കോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അത് വലിയൊരു സഖ്യം അറബ് ലോകത്ത് ഇറാനെതിരെ ഉണ്ടാക്കുന്നു എന്നാണ് വാർത്ത പറയുന്നത്. ഈ വാർത്തയുടെ യാഥാർത്ഥ്യം ആക്സിയോസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് വെച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇത് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഇറാൻ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇറാൻ അതുപോലെ ഇസ്രായേൽ അമേരിക്ക ഈ കഴിഞ്ഞ യുദ്ധം നടക്കുന്ന ആരംഭഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അയൺ ഡോം സിസ്റ്റം UAEയിലേക്ക് എത്തിക്കുകയും വിന്യസിക്കുകയും ഇസ്രായേൽ സൈന്യം അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ മിസൈൽ ആക്രമണങ്ങളെല്ലാം UAEയിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ആ പ്രതിരോധങ്ങളെ എല്ലാം തകർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇറാൻ UAEയിലേക്കും അതുപോലെ തന്നെ ഈ അയൺ ഡോം സംവിധാനം തന്നെ ഒരുക്കുന്ന ഇസ്രായേലിലേക്കും ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ ഈ കാണുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ്. ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഡിപ്ലോയിഡ് ആൻഡ് അയൺ ഡോം ബാറ്ററി ടു ദി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഏർലി ഇൻ ദി വാർ വിത്ത് ഇറാൻ. അതായത് ഇറാനുമായി യുദ്ധം നടക്കുന്ന ആദ്യഘട്ടത്തിൽ അതിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ എങ്ങനെ ഒരു അയൺ ഡോം അവർ അവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ്. അലോങ് വിത്ത് ട്രൂപ്സ് ടു ഓപ്പറേറ്റ് ഇറ്റ്, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൈനികരെയും അതോടൊപ്പം UAEയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. മാർക്കിംഗ് ദി ഫസ്റ്റ് ടൈം ദി സിസ്റ്റം ഹാസ് ബീൻ സെൻഡ് ടു ആൻ അതർ കൺട്രി ഔട്ട്സൈഡ് ഓഫ് ഇസ്രായേൽ ആൻഡ് US-ന്റെയും അതുപോലെ ഇസ്രായേലിന്റെയും അപ്പുറത്തേക്ക് ആദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ അയൺ ഡോം എന്നറിയപ്പെടുന്ന പ്രതിരോധ ബാറ്ററി എത്തിക്കുന്നത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. അതായത് ഈ യുദ്ധം ആരംഭിക്കുന്ന തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ടാണ് UAEയിലേക്ക് നൂറുകണക്കിന് മിസൈൽ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടുള്ളത്. എന്തിനധികം പറയണം, ഈ പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം നിലനിൽക്കുന്ന ഇസ്രായേലിൽ ധാരാളം മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ അമേരിക്കയുടെ പാട്രിയറ്റും അതുപോലെ താഡ് സംവിധാനങ്ങളും അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അത് അയൺ ഡോം മതിയാകാത്തത് കൊണ്ടാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ ഈ ഒരു വാർത്ത നടത്തിയ തെറ്റിദ്ധാരണ ഇത് ഈ യുദ്ധത്തിന് ശേഷം പുതിയതായി അവതരിപ്പിക്കാൻ പോകുന്ന കാര്യമാണ്
ഇനി ഒരു പുതിയ സഖ്യം വരാൻ പോവുകയാണ് എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റാണ്. ഈ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെ വിന്യസിച്ചിട്ടുള്ളത്. ആ അയൺ ഡോം സംവിധാനങ്ങൾ നിലനിൽക്കെയാണ് ഈ രാഷ്ട്രങ്ങൾക്കെതിരെ ഇറാൻ ആക്രമണം നടത്തി അവരുടെ ലക്ഷ്യത്തിലേക്ക് ഈ ആക്രമണങ്ങളെല്ലാം അവർ എത്തിച്ചിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം ഒരു പുതിയ സംവിധാനം അല്ലെങ്കിൽ ഒരു പുതിയ സഖ്യം വരുന്നു എന്ന വാർത്ത പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന എല്ലാ അന്താരാഷ്ട്ര വാർത്തകളും ഈ യുദ്ധത്തിന്റെ തുടക്കത്തിലാണ് ഇങ്ങനെ വിന്യസിച്ചു എന്ന് വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രയേലും അതുപോലെ തന്നെ UAE തമ്മിലുള്ള അതിശക്തമായ രൂപത്തിലുള്ള കരാറുകൾ, അതിശക്തമായ രൂപത്തിലുള്ള സൈനിക സഹകരണങ്ങൾ ഇത് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഒരു സംവിധാനം എന്നതിൽ സംശയമില്ല. ലോകത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിൽ ആദ്യമായാണ് ഒരു രാഷ്ട്രത്തിൽ ഇസ്രയേലിന്റെ സൈനികരെത്തി അവിടുത്തെ പ്രതിരോധ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. അതേസമയം ഈ യുദ്ധത്തിന് ശേഷമുണ്ടായ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരിക്കലും തന്നെ ഈ രാഷ്ട്രങ്ങളെ സുരക്ഷിതമാക്കാനോ അവരുടെ സെക്യൂരിറ്റി നിലനിർത്താനോ കഴിയില്ല എന്ന ഒരു ബോധ്യമാണ് അറബ് രാഷ്ട്രങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ യുദ്ധത്തിന് ശേഷമാണ് അറബ് രാഷ്ട്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കക്ക് പണം നൽകി സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ, വല്ല വിജയമുണ്ടോ എന്ന കാര്യം ചിന്തിക്കുന്നത് UAE വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്ദുൽ ഖാലിഖ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം 2 ദിവസം മുമ്പ് നടത്തിയ പ്രസ്താവന നമുക്കറിയാം. UAE അതുപോലെ അറബ് രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ ബേസ് നിലനിൽക്കുന്നതിൽ നമുക്ക് എന്താണ് നേട്ടം, ഇപ്പോൾ ഈ യുദ്ധത്തിൽ എന്ത് നേടാൻ സാധിച്ചു എന്ന ചോദ്യമാണ് അറബ് ലോകത്ത് ഉയർന്നു വരുന്നത്. അതേസമയത്ത് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് അറബ് രാഷ്ട്രങ്ങളെ പിന്തിരിപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഈ യുദ്ധം വെടിനിർത്തിയതിനു ശേഷം അവർക്ക് പുതിയ പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്നു. ധാരാളം മിസൈലുകൾ UAE എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് നടക്കാൻ പോകുന്നില്ല. പുതിയ ഒരു പ്രൊട്ടക്ഷൻ അറബ് രാഷ്ട്രങ്ങൾക്ക് അല്ലെങ്കിൽ UAEക്ക് നൽകാൻ പോകുന്നു. അതിന്റെ പേരിൽ രഹസ്യമായി അയൺ ഡോം വിന്യസിച്ചു എന്ന വാർത്ത ശരിയല്ല. ഈ അയൺ ഡോമുകളും ടാഡുമടക്കമുള്ള സകല സംവിധാനങ്ങളും അമേരിക്കയും ഇസ്രയേലും ഈ അറബ് രാഷ്ട്രങ്ങളിൽ സൗദി അറേബ്യയിലും UAEയിലും എല്ലാം വിന്യസിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയെല്ലാം തകർത്തെറിഞ്ഞ് തൂത്തെറിഞ്ഞ് അത്തരത്തിലുള്ള പ്രതിരോധ കൊത്തളങ്ങളെയാണ് ഇറാൻ യഥാർത്ഥത്തിൽ തകർത്തെറിഞ്ഞിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. അയൺ ഡോമിനേക്കാൾ എത്രയോ ശക്തമാണ് അമേരിക്കയുടെ താഡ് സംവിധാനം. അതിന്റെ റഡാറുകളെ പോലും ഇറാന്റെ ഷഹദ് 136 എന്നറിയപ്പെടുന്ന കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഈ ഡ്രോണുകൾ തകർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിന്യാസം ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നതാണ് വസ്തുത.